ലിസ്യുവിലെ കർമ്മലരാമത്തിൽ വിരിഞ്ഞ ചെറുപുഷ്പം. ലോകം മുഴുവൻ അനുഗ്രഹങ്ങളുടെ പരിമളത്താൽ ആശ്ലേഷിച്ചപ്പോൾ സഭ ആ പുണ്യവതിയെ വേദപാരംഗത എന്ന് വിളിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ 1873 ജനുവരി 2 ജനിക്കുകയും 1897 സെപ്റ്റംബർ 30 സ്വർഗം പോകുകയും ചെയ്ത വിശുദ്ധ കൊച്ചുത്രേസ്യ മിഷണറിമാർ, ക്ഷയം, എയ്ഡ്സ് രോഗബാധിതർ, വൈമാനികർ എന്നിവരുടെ മധ്യസ്ഥയാണ്. അനാരോഗ്യം മൂലം വിശുദ്ധ കൊച്ചുത്രേസ്യ കർമ്മലമഠത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലിരുന്ന് പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏതൊരു ചെറിയ പ്രവൃത്തികളും ഒരു നിയോഗം വെച്ച് ചെയ്യുകയും അങ്ങനെ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി ആധ്യാത്മിക ശിശുത്വമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഈ മനോഹരമായ ചെറുപുഷ്പം വിരിഞ്ഞത് ഈ അടുത്ത് വിശുദ്ധരായ സെലി മാർട്ടിൻ, ലൂയിസ് മാർട്ടിൻ ദമ്പതിമാരിൽ നിന്നാണെന്നതിൽ നിന്ന് വിശുദ്ധമായ കുടുംബാന്തരീക്ഷത്തിന്റെ പ്രാധാന്യം വെളിവാക്കുന്നു. ലിസ്യുവിലെ ഈ പൂന്തോപ്പ് ഇന്ന് കേരളത്തിലെ തൃശൂർ അതിരൂപതയിലും ദൃശ്യമാണ്. ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലൂടെ 1925 അരനാട്ടുകര ഇടവകയുടെ കീഴിലായിരുന്ന ഈ സ്ഥലം ക്രിസ്ത്യാനികൾ വളരെ കുറവ് മാത്രം താമസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അരനാട്ടുകരയിലുള്ള അപ്പോഴത്തെ വികാരിയച്ഛനും ഈ പ്രദേശത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളും ചേർന്ന് 1925 ഒരു കപ്പേള പണിയാനായിട്ട് ആരംഭിച്ചു. 1926 അത് പൂർത്തീകരിച്ചത്. തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയായ ഒല്ലൂര് ഫൊറോന പള്ളിയിൽ നിന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ രൂപമാണ് പ്രത്യേകമായി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഈ കപ്പേളയിൽ സ്ഥാപിച്ചത്. അങ്ങനെയാണ് ഒളരിക്കര പ്രദേശത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സാന്നിധ്യം ഉണ്ടായത്. പിന്നീട് ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കുകയും കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഇതൊരു ഇടവകയായി മാറ്റാനായിട്ട് പ്രത്യേക അനുവാദം ലഭിക്കുകയും അങ്ങനെയാണ് ഒളരിക്കര വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിലുള്ള ഒരു ഇടവക രൂപം കൊണ്ടത്. ഇന്ന് ഏകദേശം 1500ഓളം വീടുകളുള്ള ഈ ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ഇടവക തീർത്തും തൃശ്ശൂർ അതിരൂപതയിലെ വലിയ ഇടവകകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. തൃശൂർ പട്ടണത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒളരിക്കര എന്ന ദേശം ഒരു കാലത്ത് എല്ലാ അർത്ഥത്തിലും പിന്നോക്ക പ്രദേശമായിരുന്നു. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ഗ്രാമവാസികൾ വരുമാനം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ മെച്ചപ്പെട്ട പ്രകടനത്തിനായി അഹോരാത്രം കഷ്ടപ്പെട്ടു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥതയിലുള്ള ഒളരിക്കര ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും തിരുനാൾ പ്രസിദ്ധേന്തിയാവുകയും വഴി തങ്ങൾക്കും നാടിനും വൻ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നതെന്ന് ഒളരിക്കരക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ഒളരിക്കര ദേശം തൃശൂർ നഗരത്തിന്റെ സുപ്രധാന മേഖലയായി നിലകൊള്ളുന്നു. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, കലാലയങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളാൽ തൃശൂരിലെ ഏറ്റവും സമ്പന്നമായ മേഖലയായി ഒളരിക്കര മാറിയതിൻ്റെ നന്ദി സൂചകമായി വിശുദ്ധ കൊച്ചുത്രേസ്യയോടുള്ള നൊവേനയിലും വിശുദ്ധ ബലിയിലും ജനങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു. വിശുദ്ധയോടുള്ള വണക്കം വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കേട്ടറിഞ്ഞെത്തുന്ന അയൽ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഭക്തരും ഈ ദേവാലയത്തിലെ തിരുകർമ്മങ്ങളുടെ ഭാഗമാകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങളെ റോസാപുഷ്പങ്ങൾ കണക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുമെന്നുള്ള വാഗ്ദാനം അനുദിനം ഈ ഇടവക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ നിരവധി ആളുകൾ കടന്നു വരികയും പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരൊക്കെ വിശുദ്ധയുടെ വലിയ മാധ്യസ്ഥം തേടി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ ദേവാലയത്തിൽ നിന്ന് പടിയിറങ്ങി അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു പോകുന്നത്. സ്വർഗത്തിലിരുന്നു കൊണ്ട്
ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ റോസാപുഷ്പങ്ങളായി അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ ചൊരിയുന്നു എന്നുള്ളത് കേൾക്കുന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്ന് പ്രാർത്ഥിച്ചു. നിന്നോട് പ്രാർത്ഥിച്ചു. എൻ്റെ ബലമായി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നു. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടും മക്കളുണ്ടായില്ല. ഞാൻ പുണ്യാളത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മോൾക്ക് ഗർഭമുണ്ടായി. പക്ഷേ നമ്പരം തന്നില്ല. 5-ാം മാസത്തിൽ അത് പോയി. വീണ്ടും നിലവിളിക്കന്നെ പുണ്യാളത്തോട് പറഞ്ഞ് നിലവിളിച്ചു. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്കൊരു മോളുണ്ടായി. നല്ല മോളായി. ഞാൻ പറഞ്ഞു പുണ്യാളത്തി ഒരു പേരിടാന്ന്. അവൾക്ക് ഇവ തെരേസ എന്ന് പേരിട്ടു. 1963 മുതൽ 1982 വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. പല യൂണിയനുകളിലും സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതിനുശേഷം എൻ്റെ ഭാര്യ നിരന്തരം വിശുദ്ധ കൊച്ചുത്രേസ്യയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനതിനെ എതിർത്തുകൊണ്ടിരുന്നിരുന്നു. 1982 ഏപ്രിൽ 2-ാം തീയതി കരിസ്മാറ്റിക് ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ കൂടെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രത്യേക അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തി ചെയ്തു തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ നന്ദി പറയാൻ വാക്കുകളില്ലാത്തതാണ്. ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു കേസുണ്ടായി. ആ കേസ് കൊച്ചുത്രേസ്യ പുണ്യാളത്തിയോട് ഈശോയോടും പരിശുദ്ധ അമ്മയോടും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ബലമായി ഈശോയും കൊച്ചുത്രേസ്യ പുണ്യാളത്തിയും പരിശുദ്ധ അമ്മയും വഴിയായിട്ട് ആ കേസ് ഞങ്ങൾ വിചാരിച്ചേക്കാളും കൂടുതൽ ഭംഗിയാക്കി ഈശോയും കൊച്ചുത്രേസ്യ പുണ്യാളത്തിയും നടത്തി തന്നു. അതുകൂടാതെ ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. വീടിന് വേണ്ടി ഇടവ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ബലമായി ഇപ്പം ഞങ്ങളുടെ ആങ്ങള ഒരു വീട് പണിതു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് വിദേശത്ത് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. കുറച്ച് നാൾ മുപ്പാട് വിദേശത്ത് ജോലിയിലിരിക്കെ ആൾക്ക് പെട്ടെന്ന് വയറുവേദന വന്ന് നാട്ടിലേക്ക് പോന്നു. ചികിത്സ തുടങ്ങിയപ്പോൾ കിഡ്നിയിൽ 8 സ്റ്റോണായിരുന്നു. അതിലിപ്പോൾ 6 സ്റ്റോണും പോയി കഴിഞ്ഞു. കൊച്ചുത്രേസ്യ പുണ്യാളത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇതിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു മകനുണ്ട്. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു മകളെയും കൂടി തന്നു. ഇതിനെല്ലാം വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഈ ദേവാലയം എന്ന് പറയുന്നത് ഈ പരിസരം മുഴുവനും വളരെ തിരക്കിട്ട് ആളുകൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ മധ്യത്തിൽ ക്രിസ്തു സാന്നിധ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധയുടെ വലിയ മാധ്യസ്ഥം ഈ പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ്. ദിവസത്തിലെ ആരംഭത്തിൽ എല്ലാവരും കടന്നു വന്ന് വിശുദ്ധയുടെ വലിയ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അവരുടെ ജീവിത തുറകളിലേക്ക് കടന്നു പോകുന്നു. വിശുദ്ധയുടെ വലിയ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പരീക്ഷാ കാലഘട്ടങ്ങളിലെ കുട്ടികൾ, യുവജനങ്ങൾ എല്ലാവരും വിശുദ്ധയുടെ വലിയ മാധ്യസ്ഥത്തിനായിട്ട് കടന്നു വരികയും അവരുടെ ജീവിതം മുഴുവൻ വിശുദ്ധയെപ്പോലെ വിളങ്ങുവാൻ തക്ക വിധത്തിൽ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടാണ് ഈ ദേവാലയത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നത്. ചെറുപുഷ്പ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയെ വണങ്ങി ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളും മുതിർന്നവരും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അനുഗ്രഹങ്ങളോടുള്ള ബഹുമാന സൂചകമായി ഈ പ്രദേശത്തുള്ള വിദ്യാലയങ്ങൾക്ക് പുണ്യവതിയുടെ പേര് നൽകി പുണ്യവതിയോട് ജ്ഞാനവും മികവും ലഭിക്കുന്നതിന് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു. ഒളരിക്കര ദേശം വിദ്യാഭ്യാസ നിലവാരത്തിൽ ഇന്ന് ഏറെ മുന്നേറുന്നത് ബാല്യം മുതൽ വിശുദ്ധ കൊച്ചുത്രേസ്യയോടുള്ള വണക്കമാണെന്നാണ് പരമ്പരാഗത വിശ്വാസം. ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദിനചര്യയായി വിശുദ്ധ കൊച്ചുത്രേസ്യയോടുള്ള ഭക്തിയെ സമൂഹം കണക്കാക്കുന്നു. കൂടാതെ ദേവാലയത്തിലെ ഒഴിവു സമയങ്ങളിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ്.
ഇന്ന് പലരോടും സംസാരിക്കുമ്പോൾ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ളത് പലരും പങ്കുവെക്കുകയുണ്ടായി. വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ദമ്പതികൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ച് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് മക്കളുണ്ടായതിൻ്റെ സന്തോഷം ഒരിക്കൽ പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തിലധികമായി ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ 2015 നവംബർ മാസത്തിൽ ഈ ഇടവകയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ തിരുനാൾ നടക്കുമ്പോൾ അതിന് തൊട്ട് മുൻപുള്ള 9 ആഴ്ചകളിലെ നൊവേനകളിൽ എൻ്റെ ഭാര്യ അതിൽ പങ്കെടുക്കുകയും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴിക്കലും പങ്കെടുത്തുകൊണ്ട് പ്രത്യേകമായി വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു. തുടർന്ന് പിറ്റേ മാസം തന്നെ എൻ്റെ ഭാര്യ ഗർഭിണിയാവുകയും തുടർന്ന് അതിനുശേഷം ഞാനും 9 ആഴ്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ നൊവേനയിൽ പങ്കെടുത്ത് മാധ്യസ്ഥം അപേക്ഷിച്ചു. അങ്ങനെ 2016 ആഗസ്റ്റ് 17-ാം തീയതി കൊച്ചുത്രേസ്യ പുണ്യാളത്തിൻ്റെ മാധ്യസ്ഥത്താൽ ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ മകൻ ജെയ്സിന് അർണോൾഡിൻ്റെ താഴെ ഒരു പെൺകുട്ടി നവംബർ 16-ാം തീയതി കാലത്ത് 10 മണിക്ക് ഒളരിപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ 10 മണിക്ക് ചന്ദ്രമതി ഹോസ്പിറ്റലിൽ പെൺകുട്ടിയെ പ്രസവിച്ചു. അതേ മാസം തന്നെ വിജയവാഡയിൽ എൻ്റെ വീട്ടിൽ നിന്നിരുന്ന മരിയ എന്ന പെൺകുട്ടിക്ക് നവംബർ 29-ാം തീയതി ഒരു ആൺകുട്ടി ജനിച്ചു. ഡിസംബർ 9-ാം തീയതി എൻ്റെ ഇളയ മകൻ ജെൻസന് ഒരു പെൺകുട്ടിയും ജനിച്ചു. അങ്ങനെ 24 ദിവസം കൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥത്താൽ എനിക്ക് 3 കുഞ്ഞുമക്കൾ ഉണ്ടായി. എനിക്ക് 3 മക്കളാണ്, 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും. മൂത്ത ആൺകുട്ടിക്ക് 2 പെൺകുട്ടി, രണ്ടാമത്തെ ആൺകുട്ടിക്ക് 1 പെൺകുട്ടി, പെൺകുട്ടിക്ക് മകൾക്ക് 2 പെൺകുട്ടി. അങ്ങനെ 5 പെൺകുട്ടിയായപ്പോൾ കുട്ടികൾക്ക് 3-4-5 വയസ്സായി താഴിനായിക്കപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, ഒരു ആൺകുട്ടി വീടിനില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഞാൻ കൊച്ചുത്രേസ്യ പണ്ഡിതയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നൊവേനകൾ കഴിക്കാൻ പോവുകയാണ്, ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളും അതിനോടുകൂടി പ്രാർത്ഥിച്ചോളൂ. ആൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ആൺകുട്ടിക്ക് 3 പേരുടെയും പ്രസിദ്ധി ആക്കാമെന്ന് ഞാൻ നേർന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞു. അതിന് പ്രകാരം 2014 ജൂലൈ 13-ാം തീയതി മൂത്ത മകന് ആൺകുട്ടി ജനിച്ചു. അടുത്ത കൊല്ലം 15 രണ്ടാമത്തെ മകന് ജൂൺ 8-ാം തീയതി ഒരാൺകുട്ടി ജനിച്ചു. അങ്ങനെ അവരാരും നാട്ടിലില്ല, അവർക്ക് ഇവിടെ വന്ന് പങ്കുചേരാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അപ്പച്ചൻ തന്നെ പ്രസിദ്ധി തീർന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ മധ്യസ്ഥയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നൊവേനകളിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ 7 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിരുന്നാൽ തന്നെയും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുമകനെ തരികയും അവന് സാമുവേൽ എന്ന് പേരിടുകയും ചെയ്തു. അങ്ങനെ നന്ദി പ്രകാശനമായി ഞങ്ങളുടെ കുടുംബസമേതം വണങ്ങി ഒരു തിരുനാൾ കഴിച്ച് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. സാമ്പത്തിക നഷ്ടം വന്നവരെ, സ്ഥലം വാങ്ങിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ, മക്കളുടെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിയിരുന്നവരെ ഒക്കെ ഈ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലും ഇവിടെ പങ്കുവെക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഈ ഒളരിക്കര ഇടവക, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിലുള്ള ഈ ഇടവക വളരെ സംതൃപ്തിയുള്ള ഒരു ഇടവകയാണ്. അതിൻ്റെ കാരണം മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ ആണ് എന്നുള്ളതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗത്തിൽ നിന്ന് റോസാപുഷ്പങ്ങൾ വർഷിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിക്കും അനുഗ്രഹങ്ങൾ വഴി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി ഇരിക്കുകയാണ്. 10ാം ക്ലാസ് ആരംഭിച്ചപ്പോൾ എൻ്റെ ശരീരമാകെ ചൊറിഞ്ഞു പൊന്തുകയും നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുകയും സ്കൂളിൽ പോകാൻ പറ്റാത്ത രീതിയിൽ ശരീരമാകെ വികൃതമായി. ഇംഗ്ലീഷ്, മലയാളം, ഹോമിയോ മരുന്നുകൾ മാറി മാറി കഴിച്ചു. കുറഞ്ഞ നെല്ല് മാത്രമല്ല, ശരീരമാകെ നല്ല ചൊറിഞ്ഞു പൊന്തുകയും ഉറക്കക്ഷീണം ഉണ്ടാവുകയും പഠിക്കാൻ സാധിക്കാതെയുമായി. ഫുൾ A+ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ പഠനം ആരംഭിച്ച് എനിക്ക് ജനുവരിയിൽ ചിക്കൻ ബോക്സ് ഉണ്ടാവുകയും അതേ തുടർന്ന് 1 മാസം കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന മോഡൽ എക്സാമിനാണ്.
മോഡൽ എക്സാം എഴുതിയെങ്കിലും പഠിക്കാൻ സാധിക്കാത്തതിനാൽ കാര്യമായ മാർക്ക് ലഭിച്ചില്ല. ഫുൾ A+ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും കുർബാനകളിലും നൊവേനകളിലും പങ്കെടുത്ത് പള്ളി നടയിൽ മുട്ടിമിലെറിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ കൊച്ചിയുടെ മാധ്യസ്ഥയാൽ എന്നിൽ വിജയവും സൗഖ്യം നൽകിയ യേശുവെ നന്ദി, യേശുവെ സ്തുതി. 2006 എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു. പെട്ടെന്ന് തല ചുറ്റി വീണു, ശരീരം ബ്ലഡെല്ലാം കട്ടയായി. അപ്പം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. എങ്കിലും 3 ആശുപത്രിയിൽ കൊണ്ടുപോയി പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഹൈടെക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ സീരിയസ് കേസാണ്, ഇങ്ങനെയുള്ള കേസുകൾ ആദ്യം വന്നിട്ടില്ല, ആകെ വന്ന് 3 കേസാണ്. അതിൽ 2 കേസ് വിജയിച്ചിട്ടുണ്ട്, 1 കേസ് വിജയിച്ചിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വന്ന് കൈ മുറിച്ച് കളയലാണ് ഇതിൻ്റെ സാധാരണ പതിവ്. അത് ഞരമ്പ് ചെറുതായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് വളരെയധികം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ നിമിഷം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പുണ്യാളത്തി ഇത് യാതൊരു കുഴപ്പമില്ലാതെ കണ്ട് ഇത് നല്ല രീതിക്ക് അവസാനിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു, താൻ പറഞ്ഞതുപോലെ അത് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം പ്രസൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഭാര്യനെ ഇവിടെ ആക്കും ചെയ്തു. എൻ്റെ തൈറോയിഡിൻ്റെ ഒരു ഭാഗം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ ഭാഗം സ്കാൻ ചെയ്യാനും FNAC ചെയ്യാനും കാണിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു. അത് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വളരെ വലുതായിട്ടുണ്ട്, ഇത് പ്രശ്നമുള്ളതാവാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ചികിത്സകളുണ്ടെന്നും പറഞ്ഞു. ഞങ്ങൾ ഇതൊന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് മറ്റൊരു ഡോക്ടറെ, മെഡിക്കൽ കോളേജിലെ മറ്റൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു CT സ്കാൻ എടുക്കാമെന്ന്. CT സ്കാൻ ബുധനാഴ്ചയാണ് എടുത്തത്. പിറ്റേ ദിവസം വ്യാഴാഴ്ച ഞാൻ 5:30 കുർബാനയ്ക്കും നൊവേനയ്ക്കും വന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം CT സ്കാനും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതധികം വലുതായിട്ടൊന്നുമില്ല, ഇത് ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്യണ്ട, മസിൽ കണ്ടതാണെന്ന് പറഞ്ഞു, മസിലാണത് എന്ന് പറഞ്ഞു. എൻ്റെ മകൾ +1 +2 ആയിരിക്കുന്ന സമയത്ത് അവൾക്ക് തൈറോയിഡിൻ്റെ അസുഖം കണ്ടു തുടങ്ങി. അതിനുശേഷം ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് മാറ്റി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിൽ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലായിരുന്നു മുഴ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തിരി സീരിയസ് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നൊവേനകളിലെല്ലാം പങ്കെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓപ്പറേഷൻ കുഴപ്പമില്ലാണ്ട് അവസാനിച്ചു. അവൾക്ക് ഇതുവരെ ശബ്ദത്തിനും ഇതിനും കുഴപ്പമില്ല. ഇപ്പോൾ 50 വർഷമായി ചെയ്തിട്ട്. ഞാൻ സ്ഥലം വാങ്ങാനായിട്ട് പൈസ കുറവുള്ള സമയത്ത് ഞാൻ എന്നും പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്ക് പൈസ തികയണേ. കുറച്ച് പൈസയുടെ പോരായി ഉണ്ടായിരുന്നു. ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു കുറി തുടങ്ങായിരുന്നു, 100 നറുക്കാണ്. അപ്പോൾ ഞാൻ പുണ്യാളത്തോട് പറഞ്ഞു എനിക്ക് 10 നറുക്കിൻ്റെ ഉള്ളിൽ കുറി കിട്ടണം, സ്ഥലം വാങ്ങാൻ അധികം സമയമല്ല രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കമ്പനിയിൽ കുറി എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. 100 നറുക്കും ഒരുമിച്ചിട്ട് എടുക്കും. എനിക്ക് 7ാമത്തെ നമ്പർ കിട്ടി. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പാർട്ടിഷൻ കഴിഞ്ഞ് പോരുമ്പോൾ ഞങ്ങൾക്ക് കുറേ കടബാധ്യത ഉണ്ടായിരുന്നു. അത് കടം വീട്ടാനായിട്ടൊരു മാർഗ്ഗമില്ലാണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു പറമ്പുണ്ടായിരുന്നു. അതെനിക്ക് വിൽക്കാനായിട്ട് വിറ്റ് കിട്ടിയാൽ കാശ് കടം വീട്ടാനൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷം കൊച്ചുരസുനാളത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ആ പെരുന്നാളിന് ഞാൻ നേർന്നു ഒരു വർഷം നൊയമ്പ് എടുത്ത് എല്ലാ വ്യാഴാഴ്ച ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിക്കാം, ഇന്നത്തെ പെരുന്നാളാകുമ്പോഴേക്കും അത് കടം വീട്ടി തരണമെന്ന് പറഞ്ഞു. അതുപോലെ പിന്നത്തെ പെരുന്നാളാകുമ്പോഴേക്കും പറമ്പ് മേടിക്കാനായിട്ട് ആൾ വന്നു. അങ്ങനെ അത് വിറ്റ് കടം വീട്ടി. എൻ്റെ അപ്പച്ചൻ്റെ വീട് ഒളരിയിലാണ്, അമ്മയുടെ വീട് ഒളരിയിൽ തന്നെയാണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒളരിയിലാണ്. ഞാനിവിടെ ഒളരിയിൽ തന്നെ വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു സമയങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒളരിയിൽ തന്നെ എനിക്കൊരു വീട് തന്നു. ചെറുപുഷ്പ ദേവാലയത്തിൻ്റെ ആരംഭം മുതൽ ഉള്ള ഒരു പാട്ടുകാരനായിരുന്നു ഞാൻ. നീണ്ട 52 വർഷക്കാലം പാടുകയും സംഗീതോപകരണം വായിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം എനിക്ക് ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ പാടുന്ന അന്നാ പെസഹ എന്ന് തുടങ്ങുന്ന ഗാനങ്ങളുടെ എല്ലാ ട്യൂണും മാറ്റി
മറ്റ് സംഗീതം കൊടുക്കാൻ തീരുമാനിക്കുകയും അത് ഞാൻ നടത്തുകയും ചെയ്തു. അത് എൻ്റെ ആഗ്രഹം നടത്തിയത് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശബ്ദമുഖരിതവും തിരക്കേറിയതുമായ വീഥികൾക്കിടയിൽ വിശാലവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ ബൈബിൾ ചിത്രങ്ങളുടെ ആവിഷ്കാര പശ്ചാത്തലത്തിൽ ഏകാഗ്രമായ പ്രാർത്ഥനാസ്ഥിതിയിലേക്ക് നയിച്ച് ആശ്വാസം നൽകുകയാണ് ഈ ചെറുപുഷ്പ ദേവാലയം. ഇവിടെ ഈ സന്നിധിയിൽ എന്തപേക്ഷിച്ചാലും ലഭ്യമാകുമെന്ന വിശ്വാസം ജനങ്ങളെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കൂടുതൽ പ്രേരണ നൽകുന്നു. എൻ്റെ ഭർത്താവിന് 10 കൊല്ലം മുൻപ് ഒരു അറ്റാക്ക് ഉണ്ടായി. എന്നിട്ട് ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതുവരെ ആൾ അത്യാവശ്യം സൈക്കിൾ ചവിട്ടുകയൊക്കെ ചെയ്തിരുന്നു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാമത് സൈക്കിൾ ചവിട്ടാനും പറ്റണില്ല, നടക്കാനും പറ്റണില്ല. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയോട് വല്ലാണ്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ആൻറ്റിയോപ്ലാസ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ട 50% ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ജീവിതത്തിന് ഒരു വഴിമുട്ടി കഷ്ടപ്പെട്ട് വന്ന് ഞാനിവിടെ 31 വർഷമായിട്ട് ഇവിടെ ഇടവക ചേർന്നിട്ട്. ഇപ്പോൾ എൻ്റെ മക്കളെ ഒരാൾ അച്ഛനായി, 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. സ്വസ്ഥമായൊരു ജീവിതം എനിക്ക് പുണ്യാൾക്കായിട്ട് എനിക്ക് ഉണ്ണീശോയോട് പറഞ്ഞ് എനിക്കെല്ലാം സമാധാനപരമായി നടത്തി തന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കഴുത്തിലെ ഡിസ്ക് തെറ്റി കഴുത്ത് വേദന കൊണ്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. സാവധാനത്തിൽ ഇടത്തെ കൈ തളർന്നു പോവുകയും ചെയ്തു. എന്തു ചെയ്യണമെന്നറിയാതെ ലാസ്റ്റ് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ ചെയ്താൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് കേട്ട് ഭയന്ന് ഞങ്ങൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കോട്ടയത്ത് തിടനാട് എന്ന സ്ഥലത്ത് ഒരു ചികിത്സയുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യയോട് പറഞ്ഞു, ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ ഈ വരുന്ന തിരുനാളിന് ഞങ്ങൾക്ക് എൻ്റെ പേരിൽ തിരുനാൾ കഴിക്കാൻ സാധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ തിരുനാളിന് മുമ്പ് തന്നെ തിടനാട് പോയി പൂർണ്ണമായും സുഖപ്പെടുകയും ആ തിരുനാൾ കഴിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. എൻ്റെ തണ്ടിൻ്റെ എല്ല് പൊട്ടിയിട്ട് ഞാൻ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ തണ്ടിൻ്റെ എല്ലിൻ്റെ വേദന മാറുകയും ബെൽറ്റിട്ട് നടന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തണ്ടിൽ ബെൽറ്റിടാണ്ട് നടക്കാൻ സഹായിക്കുകയും ചെയ്തു. ഞാൻ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് സാധിച്ചത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേകമായിട്ടുള്ള വിധത്തിൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള കപ്പേളയുടെ മുൻപിലുള്ള നൊവേനയും ഇന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന തിരുക്കർമ്മമാണ്. നവംബർ മാസം 12, 13 തീയതികളിലാണ് ഈ പള്ളിയിലെ തിരുനാൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള നൊവേന 9 വ്യാഴാഴ്ചകളുള്ള നൊവേന ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും, അടുത്ത പ്രദേശത്തെ ഇടവക അംഗങ്ങൾ പോലും, നാനാജാതി മതസ്ഥർ പോലും ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നൊവേനയിൽ പങ്കെടുക്കാനായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് എന്നും വിശുദ്ധ കുർബാനയിൽ നന്ദി പറഞ്ഞ് കാഴ്ചവെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പോയാൽ എനിക്ക് ഒരു അസുഖങ്ങൾ വരാൻ പോയാൽ തന്നെ വരാതിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ വലിയൊരു ആപത്ത് വന്നു. എനിക്കറിയണില്ല, ഞാൻ പോയി അതേപോലെയായിരുന്നു. അവിടെ നിന്ന് തന്നെ പുണ്യാളത്തിയുടെ അനുഗ്രഹം എത്ര അധികമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി ലഭിച്ചു. തുടർന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു ഭവനം പണിയാൻ സാധിച്ചു. നന്ദി സൂചകമായി എല്ലാ കൊല്ലവും ഞങ്ങൾ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്.
ഇവിടെ ഒളരിയിൽ ഒരു കട ഞങ്ങൾക്ക് ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാ നൊവേനകളിലും എല്ലാ വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒളരിക്കരയിൽ ഒരു കട തുടങ്ങാൻ അനുഗ്രഹം കിട്ടുകയും അത് നല്ല രീതിയിൽ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവന് വിദേശത്തേക്ക് പോകാനായിട്ട് വിസ വരാൻ താമസിച്ച് കുറേ വിഷമിച്ചു. പുണ്യാളത്തോട് പ്രാർത്ഥിച്ചു, വിസ വന്നു. നമ്മൾ പ്രത്യേകമായിട്ട് ഒക്ടോബർ 1-ാം തീയതി ആഗോള സഭ മുഴുവനും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ഇതാണ്: നമുക്കൊക്കെ വേണ്ടി സ്വർഗത്തിലിരുന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വലിയ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗത്തിലിരുന്ന് നമ്മുടെ വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. യേശുനാഥന്റെ മണവാട്ടി നിൻ സ്നേഹനാഥന്റെ പൊന്മലരെ പനിനീർ പൂക്കളുമാ വരുമോ നാഥേ വെൺമലരെ. യേശുനാഥന്റെ മണവാട്ടി നിൻ സ്നേഹനാഥന്റെ പൊന്മലരെ പനിനീർ പൂക്കളുമാ വരുമോ നാഥേ വെൺമലരെ. കർമ്മലസൂനമേ പ്രേഷിതയേ ദൈവജനത്തിൻ മധ്യസ്ഥേ. കർമ്മലസൂനമേ പ്രേഷിതയേ ദൈവജനത്തിൻ മധ്യസ്ഥേ. ലളിത മനോഹര പുണ്യവഴി മാതൃകയാക്കാൻ പ്രാർത്ഥിക്കണേ. ലളിത മനോഹര പുണ്യവഴി മാതൃകയാക്കാൻ പ്രാർത്ഥിക്കണേ.